ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. മാർച്ച് മാസത്തിൽ കന്നി രാശി അല്ലെങ്കിൽ കന്നി കൂറുകാർക്കുള്ള ഫലമാണ്. ഉത്തരത്തിൻ്റെ ആദ്യത്തെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം പൂർണ്ണമായിട്ടും ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന കന്നിക്കൂറുകാർ. കന്നി രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ദോഷം തന്നെയാണ്. അഞ്ചാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നത് ദോഷമെന്ന് പറയാൻ പറ്റില്ല, ഗുണകരമായിട്ട് തന്നെ വരാം. ആറാം ഭാവത്തിൽ വളരെ അനുകൂലപരമായിട്ട് നിൽക്കുന്ന മൂലശേഷത്തിൽ നിൽക്കുന്ന ശനി വളരെ ഗുണബാധ ചെയ്യുന്നുണ്ട്. ഏഴാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമല്ല എന്നെ പറയാം, രാഹു അനുകൂലമല്ല. പക്ഷേ ഒമ്പതാം ഭാവത്തിൽ വ്യാഴൻ എല്ലാത്തിനും പരിഹാരകരമായിട്ടുള്ള ശുഭകരകരമായിട്ടുള്ള മഹാവിഷ്ണു തന്നെ പറയാം, പരമാത്മ ബൃഹസ്പതി, ഗുരുഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ എല്ലാറ്റിനും ഈ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് കണക്കാക്കാം എന്നാണ് ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാർ ഋഷിമാർ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. 10 ചൊവ്വ നിൽക്കുന്നത് ഗുണകരം തന്നെയാണ്. 10ാം ഭാവത്തിൽ ഗുണകരമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വളരെ ഗുണകരമായിട്ടുണ്ടാവും. കന്നി രാശിക്കാർക്ക് എന്താ ഒരു പെസക വെച്ച് പറഞ്ഞാൽ ശനിയും വ്യാഴവും അനുകൂലമായപ്പോൾ രാഹുകേതുക്കൾ അനുകൂലമല്ലാതായി. കാരണം കറക്റ്റ് ലഗ്നത്തിലും 7ാം ഭാവത്തിൽ കേതുവും രാഹുവും വന്നു എന്നുള്ള പറയുന്നത്. അത് കാരണം കൊണ്ട് അവർക്ക് ഉദ്ദേശിച്ച ലെവലിൽ എത്താൻ പറ്റിയില്ല എന്നൊരു സങ്കടങ്ങളോ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു സങ്കടങ്ങളോ ജാതകത്തിൽ അനുകൂല സ്ഥലപരമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വേർവ് വന്നിട്ടുണ്ടാവും എന്നൊരു സംശയമില്ല. എന്നിരുന്നാലും ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ വരാനിരിക്കുന്നത്. തൊഴിൽ മേഖലകളിൽ എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റണം എന്ന് തീർച്ചയായിട്ടും പറയാം. തൊഴിൽ മേഖലയിൽ എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റണം, അത് സ്ഥിരമായിട്ട് തന്നെ. അത് വിദേശത്താണെങ്കിലും ശരി, സ്വദേശത്താണെങ്കിലും ശരി, ഏതെങ്കിലും സ്ഥാപനങ്ങളിലായാലും ശരി കയറി പറ്റണം എന്ന് തന്നെ പറയുന്നത്. കാരണം മാർച്ച് 29 ശനി 6ാം ഭാവത്തിൽ നിന്നും കണ്ടകശനിയായി മാറും. അതിൻ്റെ ഉള്ളിൽ എത്തിപ്പെടണം, പേടിക്കേണ്ട ആവശ്യമില്ല. 2 മാസം വ്യാഴൻ അനുകൂലത്തിൽ പിൻവേണ്ടി നിൽക്കുന്നുണ്ട്. അത് കാരണം ശനിയുടെ അഭാവം അത്രയ്ക്കും കൊണ്ട് അടിക്കില്ല. പക്ഷേ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. സ്ത്രീകളായിട്ടുള്ള 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് സ്ത്രീ സംബന്ധമായിട്ടുള്ള വഴക്കുകളുണ്ടാവും. സ്ത്രീ സംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ പ്രശ്നങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ കേസ് വഴക്കുകളിൽ പോകും എന്നൊക്കെ പറയാൻ പറ്റും. അത് കാരണം വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് കന്യരാശിക്കാർക്കുള്ളത്. ചാരവസാൽ രക്ഷയ്ക്കായിട്ട് ശനിയും വ്യാഴവും ഉണ്ട് എന്നൊരൊറ്റ സമാധാനം മാത്രമേ ഉള്ളൂ. അത് കാരണം ആപത്തുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറും, പക്ഷേ അപകടം ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളോട് കർക്കശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ജയിൽവാസത്തിലേക്ക് പോകും എന്നതിൽ യാതൊരു സംശയമില്ല. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. യുവാക്കൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പക്വതയില്ലാത്ത ഒരു വയസ്സാണ് 30 വയസ്സിന് താഴെയുള്ളവർക്ക്. 30 വയസ്സിന് ശേഷമുള്ളവർക്ക് പക്വത വരികയുള്ളൂ. ചില അപൂർവപരമായിട്ടുള്ള ആളുകൾക്ക് 20 വയസ്സ് 25 വയസ്സാകുമ്പോഴേക്ക് 60 വയസ്സിൻ്റെ ബുദ്ധി വികസനം ഉണ്ടാവും. അത് അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ, അത് ചിലവർക്ക് ഉണ്ടാവുള്ളൂ. പഠിപ്പറിവില്ല, അതിനെക്കാട്ടും ജനറൽ നോളജാണ് കൂടുതലായിട്ടും വരാൻ പോകുന്നത് എന്ന് പറയും. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ കുടുംബപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. കുടുംബകാരകൻ 9ാം ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഭാഗ്യകടാക്ഷം ചെയ്യുന്നുണ്ട്. ദൈവാനുഗ്രഹം കൂടെയുണ്ട്. ദൈവാനുഗ്രഹത്താൽ പല കാര്യങ്ങളും നടത്താൻ പറ്റും. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ വളരെ ഗുണകരമായിട്ട് വരുന്നതാണ്. ഭവന നിർമ്മാണത്തിൽ ഈ രാശിയിൽപ്പെട്ടിരുന്ന ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടൊക്കെ ദ്രുതഗതിയിൽ പണി പൂർത്തിയാക്കുക എന്നുള്ളത് പറയുന്നത്. ദ്രുതഗതിയിൽ പറഞ്ഞാൽ പണി നീണ്ടു പോകാതെ പൂർത്തിയാക്കുക. ഏകദേശം വരാൻ പോകുന്ന ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിലെല്ലാം ഭവനത്തിലേക്ക് ഗൃഹപ്രവേശം നടത്തുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോവുക എന്നുള്ള പറയുന്നത്. അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങൾ ഈ മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ നിശ്ചയിക്കണം, അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് നടത്തി വെക്കണം എന്നുള്ള പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുവാനുള്ള സാധ്യത ഈ മാർച്ച് മാസം 10ാം തീയതി അല്ലെങ്കിൽ 15ാം തീയതി ശേഷം ഉറപ്പായിട്ടും
ഉണ്ടാവും. ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സ്ഥാനമാറ്റങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഗവൺമെൻറ് ജോബുകൾ 100-ൽ ഏകദേശം 20% ആൾക്കാർക്കും കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് PSC ലിസ്റ്റിൽ ഉള്ളവർക്ക് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഈ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട്, ഭൂമി സംബന്ധമായിട്ടുള്ള, കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള ബിസിനസ് നടത്തുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. അതിൽ മുന്നേറ്റം കൈവരിക്കാൻ പറ്റും എന്ന് തന്നെ പറയാം. സേനാധിപത്യം പരമായിട്ടുള്ള പോലീസ്, നാവികസേന, വ്യോമസേന, കരസേന, ഷിപ്പ്യാർഡ്, പൈലറ്റ്, വിമാന സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർ, എയറോനോട്ടിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അതിൽ ജോലിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ പറ്റും എന്ന് തീർച്ചയായിട്ടും അറിയാം. മെഡിസിൻ മേഖലയിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. 7-ാം ഭാവത്തെ രാഹു, സയൻസിൻ്റെ കാരകനായിട്ടുള്ള 7-ാമത്തെ രാഹു നിൽക്കുന്നത്. അത് കാരണം മെഡിക്കൽ ലെവലിൽ പ്രവർത്തിക്കുന്ന എല്ലാ നഴ്സുമാർ തൊട്ട് ഡോക്ടർമാരാണെങ്കിലും വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യണം എന്നെനിക്ക് പറയുന്നത്. അതുപോലെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യവർദ്ധനവ് ഉണ്ടാവും. സഹോദര ബന്ധങ്ങളുടെ ഐക്യങ്ങളുണ്ടാകും. പുതിയ സുഹൃത്തുക്കളുടെ ഗുണങ്ങൾ മൂലം യഥേഷ്ടം ഇതുണ്ടാകും. കൂട്ടു ബിസിനസ്സുകൾക്ക് താല്പര്യം വളരെ കൂടുതലായി കാണാനുള്ള സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വളരെ ഗുണകരമാണ് എന്ന് തന്നെ പറയാം. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന, സ്റ്റീൽ സംബന്ധമായിട്ടുള്ള, മെഷീനറി സംബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ടെക്നോളജികൾ സംബന്ധമായിട്ടുള്ള, ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ല പുരോഗമന പാതയിൽ എത്തേണ്ട ഒരു സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഈ മാർച്ച് മാസം ലാസ്റ്റിൻ്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും എന്ന് തന്നെ പറയാം. അത് അവനവൻ കൂടി തീരുമാനിച്ച്, അവനവൻ കൂടി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് മുന്നേറാൻ പറ്റും, കാര്യം സാധിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞ് ഞാൻ ഒരു കാര്യം വീണ്ടും തീർച്ചയായിട്ടും പറയണം. ഈ മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ പിടിച്ച് കയറുകയോ പിടിച്ച് അവിടെ സ്ഥാനം പിടിച്ച് ഉറപ്പിക്കുകയോ ചെയ്യണം എന്നുള്ള പറയുന്ന അലസത ഒഴിവാക്കുക. യുവാക്കൾക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അവർക്കാണ് പക്വതയില്ലാത്തത്. അത് കാരണം അവർ വളരെ ശ്രദ്ധിക്കണം. യുവതികളാണെങ്കിൽ യുവാക്കളാണെങ്കിലും അടിച്ചു പൊളിച്ച് നടക്കുന്ന സ്വഭാവത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ അനുകൂലപരമായിട്ടുള്ള സമയം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് പറയുന്നത്. അതുപോലെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് വളരെ രോഗത്തിൽ നിന്ന് മോചനമെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യതൃപ്തി ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. ധൈര്യം ചോർന്നു പോയ ധൈര്യങ്ങളിൽ തിരിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പുഷ്ടികൾ ഉണ്ടാവും. നിയമസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നിയമസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കേസ് വഴക്കുകളെല്ലാം നടക്കുകയാണെങ്കിൽ ഒത്തുതീർപ്പ് വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ നിയമ ഉപദേശം നേടുന്ന എല്ലാവിധ വ്യക്തികളും, ജഡ്ജിമാർ, അതുപോലെ തന്നെ പോലീസ് അധികാരികൾ, മിനിസ്റ്റേഴ്സുകൾ, IFS, IAS, അങ്ങനെയുള്ള IPS എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള സമയമാണ്. അവർ ഉചിതപരമായിട്ടുള്ള അവരുടെ പ്രവർത്തികൾ മൂലം വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മേലെ അധികാരികളുടെ പ്രശംസകൾ പിടിച്ചു പറ്റുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജലാശയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടുള്ള ഫലമാണ് പറയുന്നത്. അതുപോലെ സേനാധിപത്യം വഹിക്കുന്ന, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് അധികാരി തൊട്ട് നാവികസേന, വ്യോമസേന എന്നീ പ്രവർത്തനത്തിൽ ജോലി നോക്കാൻ ശ്രമിക്കുന്നവർക്കും ജോലി കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സക്സസ് ആയിട്ട് വരുവാൻ, അത് ജയിച്ചു വരുവാൻ, വിജയം കരസ്ഥമാക്കി വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ഈ മാസം തുടക്കം കുറിക്കുവാൻ സാധിക്കും. മാർച്ച് മാസം ലാസ്റ്റോടുകൂടി തീർച്ചയായിട്ടും അത് സാധിക്കാൻ പറ്റും എന്ന് തീർച്ചയായിട്ടും പറയാം. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല മുഹൂർത്തത്തിൽ വേണം വാഹനങ്ങൾ വാങ്ങിക്കുവാൻ. നല്ല താക്കോൽ ദാനം കൈമാറുമ്പോൾ നല്ല വാഹനകാരകനായിട്ടുള്ള ശുക്രൻ 7-ാം ഭാവത്തിൽ അനുകൂലമല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയും നല്ല സമയത്തോടുകൂടിയും ജാതക പരിശോധന ഈ വാഹന യോഗം വാങ്ങിക്കാനുള്ള സമയമാണോ എന്നുള്ളതെല്ലാം അന്വേഷിച്ചും പരിശോധിച്ചും എല്ലാം ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിച്ച് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. അതിയോഗ്യനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന അഭിപ്രായങ്ങളും മറ്റുള്ള കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു
ബോധ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ സ്വമാനത മനസ്സ് പറയുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. അത് കാരണം കൊണ്ടാണ് ഇത്രയും ഞാൻ പറയുന്നത്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് നല്ലൊരു മാസം തന്നെ പ്രതിദാനം ചെയ്യട്ടെ എന്ന് നമസ്കാരം.